കഴിഞ്ഞ കുറച്ച് നാളുകളിലായിട്ട് കേരളത്തിൽ നടന്നിട്ടുള്ള കുറ്റകൃത്യങ്ങൾ എന്ന് പറയുന്നത് വളരെ ഭയാനകമായതാണ്. ഇതിലെല്ലാം പ്രതികളായിട്ടുള്ളത് യുവാക്കളാണ്. എന്തുകൊണ്ടാണ് യുവാക്കൾക്കിടയിൽ ഇതിനുള്ള പ്രവണത ഉണ്ടാകുന്നത്? 2 ദിവസം മുമ്പ് തിരുവനന്തപുരം വെഞ്ഞാറമൂട് നടന്ന ഒരു കൂട്ടക്കൊലപാതകത്തിൽ 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യനാണ് പ്രതിയായിട്ടുള്ളത്. അതും തൻ്റെ ഫാമിലിയിലുള്ള 5 പേരെയാണ് ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊന്നിട്ടുള്ളത്. ആ ഒരു മനോഭാവത്തിലേക്ക് എത്താൻ മാത്രം ഈ ഒരു 23 വയസ്സുള്ള പയ്യനെ എന്താണ് സ്വാധീനിച്ചിട്ടുണ്ടാവുക? തീർച്ചയായിട്ടും അത് ഡ്രഗ്സിൻ്റെ ഉപയോഗം തന്നെയാണ്. ഈ കൊലപാതകം നടത്തുന്ന സമയത്ത് ആ ഒരു പയ്യൻ ഡ്രഗ്സ് യൂസ് ചെയ്തിരുന്നു എന്ന് പോലീസിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഡ്രഗ്സിൻ്റെ ഉപയോഗം ഒരാളെ ഇത്തരത്തിലുള്ള ക്രൂരമായ കാര്യങ്ങൾ ചെയ്യാൻ തീർച്ചയായിട്ടും സ്വാധീനിക്കുന്നുണ്ട്. 1 മാസം മുമ്പ് എറണാകുളം വടക്കൻ പറവൂരിൽ സമാനമായ രീതിയിലുള്ള കൂട്ടക്കൊലപാതകം നടന്നിട്ടുണ്ട്. ഒരു വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി അവിടെയുള്ള 3 പേരെയാണ് ഇരുമ്പ് വടി കൊണ്ട് തലക്കടിച്ച് കൊന്നത്. അതും ഇതുപോലെ സമപ്രായക്കാരനായ ഡ്രഗ് അഡിക്റ്റായ ഒരു യുവാവായിരുന്നു. യുവാക്കൾക്കിടയിലുള്ള ഡ്രഗിൻ്റെ ഉപയോഗം അത് അവരിലേക്ക് എത്തുന്നതിന് വലിയ രീതിയിലുള്ളൊരു നിയന്ത്രണം കൊണ്ടുവന്നില്ല എങ്കിൽ തീർച്ചയായും സമാനമായ രീതിയിലുള്ള കൊലപാതകങ്ങൾ ഇനിയും സംഭവിക്കും. ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമല്ല ഇത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരം സന്ദർഭങ്ങൾ നമുക്കും ഉണ്ടായേക്കാം. ഏത് സമയത്തും ആരും എവിടെ വെച്ചും ആക്രമിക്കപ്പെട്ടേക്കാം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും എപ്പോഴും ജാഗ്രതയോടെ വേണം ഇരിക്കാൻ. ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ആയോധന കലയെ പറ്റിയൊക്കെ ചർച്ച ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി അത്യാവശ്യമായിട്ട് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് മാർഷൽ ആർട്സ്. നമ്മുടെ ജീവനെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അതിനുവേണ്ടി നമ്മൾ തയ്യാറായിരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. എല്ലാ അപകടങ്ങളിൽ നിന്നും എപ്പോഴും നമ്മളെ രക്ഷിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്നുള്ളത് വെറും തെറ്റിദ്ധാരണയാണ്. എല്ലായ്പ്പോഴും നമ്മളെ രക്ഷിക്കാൻ വേണ്ടപ്പെട്ടവർ കൂടെ ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഈ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ആയോധന കല പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നാളെ ഇതുപോലെ ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിലും വന്നേക്കാം. കാരണം നമ്മൾ ഇന്ത്യയിലാണ് ജീവിക്കുന്നത്. നമ്മുടെ നിയമസംഹിത എത്രത്തോളം ശക്തമാണെന്നുള്ള കാര്യം ഈ ഒരു സാഹചര്യം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. നമ്മൾ ആര് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കപ്പെട്ടേക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മളെ തന്നെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ആയോധന കല അഭ്യസിച്ചിരിക്കണം. ചിലപ്പോൾ നമ്മുടെ ജീവൻ തന്നെ രക്ഷിക്കാനായിട്ട് കാരണമായേക്കാം. നമ്മുടെയും നമ്മുടെ വേണ്ടപ്പെട്ടവരുടെയും ജീവൻ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഈ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്.